ഇടുക്കി കാഞ്ചിയാർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് CPM-ന് പ്രതിഷേധ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ കാഞ്ചിയാർ മേഖല കാട്ടാനശല്യം രൂക്ഷമായുള്ള സ്ഥലമാണ്. കാട്ടാനശല്യത്തിൽ പ്രതിഷേധിച്ചാണ് ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധം. CPM വളകോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ വിജയൻ വിവരങ്ങൾ ചെയ്യുന്നു. രാഹുൽ, അവിടെ ആ മേഖലയിലെ ജനം ഈ കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടുകയാണ്. അപ്പോൾ ഈ പ്രതിഷേധവും സ്വാഭാവികമാണ്. അപ്പോൾ എപ്പോൾ തുടങ്ങിയതാണ് പ്രതിഷേധം? എങ്ങനെയാണ് അതിൻ്റെ മുന്നോട്ടുള്ള പോക്ക്? രാഹുൽ. ഹാഷ്മി, ഈ വളകോട് മേഖലയിൽ കാട്ടാനശല്യം കുറേ നാളുകളായിട്ടുള്ളതാണ്. അതിന് ഈ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാർ ആരോപിക്കുന്നത്. അതുപോലെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇതിനു മുമ്പും നടത്തിയിട്ടുള്ളതാണ്. ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ നാട്ടുകാർ ഇത് സമാനമായ രീതിയിൽ പ്രതിഷേധം നടത്തി. പക്ഷേ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ CPM-ന്റെ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ പരിപാടി കാഞ്ചിയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് നടത്തുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. റേഞ്ച് ഓഫീസറെ ഉപരോധിക്കും എന്നുള്ള കാര്യം CPM നേതാക്കൾ അറിയിക്കുകയും ചെയ്തിരുന്നു. CPM-ന്റെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ കാട്ടാന ശല്യത്തിൽ ശാശ്വത പരിഹാരം അത് അടിയന്തരമായി തന്നെ ഉണ്ടാകണം. ഇല്ലായെങ്കിൽ പ്രതിഷേധത്തിന്റെ തോത് കൂട്ടുമെന്നുള്ളതാണ് നാട്ടുകാരും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും പറയുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ കോൺഗ്രസിന്റെ അടക്കം വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അപ്പോഴൊന്നും യാതൊരു തരത്തിലുള്ള പ്രതിവിധിയും ഉണ്ടായില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും CPM-ന്റെ ഒരു പ്രത്യക്ഷ സമരം, അതും കാഞ്ചിയാർ റേഞ്ച് ഓഫീസിലേക്ക് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഈ പ്രവർത്തകരെ പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് തടയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ പ്രവർത്തകർ റേഞ്ച് ഓഫീസിന് മുൻപിൽ നിന്ന് പ്രതിഷേധിക്കുകയാണ്. റേഞ്ച് ഓഫീസറെ ഉപരോധിക്കും എന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത്. ശാശ്വത പരിഹാരമാണ്, കാട്ടാനശല്യം പരിഹരിക്കണം, മാത്രമല്ല ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അടിയന്തരമായി സ്ഥാപിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഓക്കെ, അത് ദീർഘനാളായി, അവിടെ കുറേ നാളായി ഈ പ്രശ്നമുള്ളതാണ്. ഇടയ്ക്ക് സൗരോർജ്ജ വേലി സ്ഥാപിക്കുക, നാട്ടുകാരുടെ സഹായത്തോടെ എന്തോ വനം തെളിക്കലൊക്കെ ഉണ്ടായതാണ്. പക്ഷേ ഒന്നും കാര്യക്ഷമമാവുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഉണ്ടാകുന്നത് തുടരെയുള്ള പ്രതിഷേധങ്ങൾ.